അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ 6ാം ക്ലാസ് SCERT അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ കാന്തിക ലോകത്തെ അത്ഭുതം എന്ന പാഠഭാഗമാണ്. അപ്പോൾ കുറച്ച് ചിത്രങ്ങൾ നമുക്ക് ആദ്യമേ തന്നിരിക്കുകയാണ് ഇവിടെ. നമുക്ക് സുപരിചിതമായ ചില വസ്തുക്കളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അല്ലേ? എന്തൊക്കെയാണ്? കാൽക്കുലേറ്റർ, പിന്നെന്താണ്, ഒരു ചെറിയ നമ്മുടെ പേഴ്സ് ആണ് അല്ലേ? മാഗ്നറ്റ്, ചെറിയ മാഗ്നറ്റ് വെച്ചിരിക്കുന്ന പേഴ്സ്, ഒരു ഫോണിന്റെ കേസ് അല്ലെ, അതിലും മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ അടയ്ക്കുമ്പോൾ ഇവയുടെ അടപ്പ് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചേരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ അതേ പറഞ്ഞല്ലേ, കാന്തമാണല്ലേ. അപ്പൊ ഒരു മുട്ടുസൂചി ഇവയുടെ അടയ്ക്കുന്ന ഭാഗങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും അല്ലെ, കാന്തമായതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലും കാന്തമുണ്ട്. അതായത് നമ്മുടെ സ്പീക്കറുകൾ അല്ലെ, പല നമ്മുടെ പഴയ കേടായ റേഡിയോയുടെയും മറ്റു സ്പീക്കറിൽ നിന്ന് നമ്മൾ കാന്തം നമ്മൾ എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണം ഇവിടെ ഇങ്ങനെ തന്നിരിക്കും, ഒരു മത്സരം പോലെ. കാന്തം, ജം ക്ലിപ്പുകൾ, മുട്ടുസൂചി, ആണി തുടങ്ങിയവ എടുക്കുക. ഒന്നിന് താഴെ മറ്റൊന്ന് എന്ന രീതിയിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ക്ലിപ്പുകൾ അടുക്കി വെച്ച് മാല പോലെ ആക്കുക. ഏറ്റവും നീളം കൂടിയ മാല ആരുണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്തോ ഇവർ ചെയ്തേക്കുന്നത്, ഈ കാന്തത്തിലോട്ട് ഓരോ ഈ ക്ലിപ്പുകൾ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ കാന്തത്തില് ഇത് മെറ്റൽ, ഈ ക്ലിപ്പുകൾ മെറ്റൽ ആയതുകൊണ്ടാണ് അട്രാക്ട് ചെയ്ത് അതിൽ ഒട്ടിച്ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ കാന്തങ്ങള് കാന്തിക വസ്തുക്കളായിട്ടും അകാന്തിക വസ്തുക്കളായിട്ടും നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പോ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവയാണ് കാന്തിക വസ്തുക്കളാണ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് എന്ത്? ഈ അകാന്തിക വസ്തുക്കൾ. പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം തുടങ്ങിയവ അകാന്തിക വസ്തുക്കളാണ്. അപ്പോൾ നമ്മുടെ ധ്രുവങ്ങളിൽ, അല്ലെങ്കിൽ കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട് അല്ലേ? നോർത്ത് പോളും സൗത്ത് പോളുമായിട്ട് 2 ധ്രുവങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് മുട്ടുസൂചികളുടെ അടുത്ത് ഒരു കാന്തത്തിന്റെ അഗ്രഭാഗവും പിന്നീട് അതിന്റെ മധ്യഭാഗവും കാണിച്ചു നോക്കുക. കാന്തത്തിന്റെ ഏത് ഭാഗത്താണ് കൂടുതൽ മുട്ടുസൂചികൾ ആകർഷിക്കപ്പെടുന്നത്? അപ്പോൾ ഇത് കണ്ടെത്താൻ ഒരു പ്രവർത്തനം കൂടി ഇവിടെ തന്നിരിക്കുകയാണ്. ഒരു പേപ്പറിൽ പൊതിഞ്ഞ ബാർ മാഗ്നറ്റ്, പിന്നെന്താണ്, ഇരുമ്പ് പൊടി. അപ്പൊ ബാർ കാന്തം ഇരുമ്പ് പൊടിയുടെ വളരെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇരുമ്പ് പൊടി കാന്തത്തിൽ പറ്റിപ്പിടിക്കും. ബാർ കാന്തത്തിൽ പറ്റിപ്പിടിച്ച ഇരുമ്പ് പൊടി എളുപ്പത്തിൽ നീക്കുന്നതിനാണ് ബാർ കാന്തം പേപ്പറിൽ പൊതിഞ്ഞത്. ഇരുമ്പ് പൊടി കാന്തത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്? അല്ലേ, 2 അറ്റത്തുമായിട്ടാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഭാഗത്ത് കൂടുതലുണ്ടോ? അല്ല, തുല്യമായിട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം സാധാരണയായിട്ട് കാന്തത്തിന്റെ ആകർഷണ ബലം കൂടുതൽ അതിന്റെ അഗ്രങ്ങളിലാണ് ഉള്ളത്. ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ, അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് അല്ലെ. ഏതൊരു കാന്തത്തിനും 2 ധ്രുവങ്ങൾ കാണും. കാന്തം ബലം പ്രയോഗിക്കുമോ? അപ്പൊ പിന്നെ നമുക്കൊരു ആക്ടിവിറ്റി തന്നിരിക്കുകയാണ്. മേശപ്പുറത്ത് ഒരു കാന്തം വെച്ച് അഗ്രഭാഗത്തിന് അല്പം അകലെ ഒരു മുട്ടുസൂചി വയ്ക്കുക. മുട്ടുസൂചി കാന്തത്തിന് അടുത്തേക്ക് സാവധാനം നീക്കി നോക്കുക. കാന്തത്തിന് സമീപം എത്തുമ്പോൾ മുട്ടുസൂചിക്ക് എന്ത് സംഭവിക്കുന്നു? മുട്ടുസൂചി പെട്ടെന്ന് ഈ കാന്തത്തിലോട്ട് ചാടി പിടിക്കും അല്ലെ. കാന്തം ബലം പ്രയോഗിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? ആണല്ലേ. അതായത് ഈ കാന്തം അതിന്റെ ചുറ്റും ഒരു കാന്തിക മണ്ഡലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് അപ്പോൾ കാന്തിക ബലം എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ്. കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് എന്ത്? ഈ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. കാന്തിക മണ്ഡലം നമുക്ക് കാണാൻ കഴിയത്തില്ല, അദൃശ്യമാണ്. അപ്പോൾ കാന്തിക മണ്ഡല രേഖകൾ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് ഒന്ന് നോക്കാം, ഒരു പരീക്ഷണത്തിലൂടെ നോക്കാം. അപ്പോൾ ചതുരാകൃതിയിലുള്ള ഗ്ലാസ് ഷീറ്റ് എടുക്കുക. കാന്തം, ഇരുമ്പ് പൊടി. ചതുരാകൃതിയിലുള്ള ഗ്ലാസ് ഷീറ്റ് നമ്മൾ പുസ്തകങ്ങൾക്കിടയിൽ ഇങ്ങനെ വെക്കുകയാണ്. അതിനടിയിൽ ഒരു ബാർ കാന്തം വെച്ച ശേഷം ഗ്ലാസിന് പുറത്ത് ഇരുമ്പ് പൊടി വിതറുക.
ആവശ്യമെങ്കിൽ ഗ്ലാസ് ഷീറ്റിന്റെ പുറത്ത് ചെറുതായി തട്ടിക്കൊടുക്കാം. അപ്പോൾ എന്ത് നമുക്ക് കാണാൻ കഴിയും? ഈ കാന്തം എല്ലാം കൂടെ ഒരു ലൈൻ കണക്കെ, അല്ലേ? നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് ഇങ്ങനെ പോകുന്ന കണക്കെ ഒരു ലൈൻ പോലെ ഇങ്ങനെ ഇരുവശങ്ങളിലായിട്ടും അറേഞ്ച് ചെയ്യാൻ തുടങ്ങും. അതായത് ഇരുമ്പ് പൊടി ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കപ്പെടും. ഈ ക്രമീകരണം കാന്തിക മണ്ഡല രേഖകളെ സൂചിപ്പിക്കുന്നതാണ്. ഇത് കാന്തിക മണ്ഡലത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ കാന്തിക മണ്ഡല രേഖകളുണ്ട്. ഇത് രണ്ടും അദൃശ്യമാണ്. ഓക്കെ. അപ്പോൾ കാന്തങ്ങളുടെ നിർമ്മാണം, കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ കാന്തം നിർമ്മിക്കുന്നത്. അൽനിക്കോ എന്ന ലോഹസങ്കരമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സ്ഥിരം ചോദ്യമാണ് PSCയുടെ കേട്ടോ. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് എന്നിവയുടെ സങ്കരമാണ് ഈ അൽനിക്കോ എന്ന ലോഹസങ്കരം. അപ്പൊ ഈ ലോഹസങ്കരം ഉപയോഗിച്ചിട്ടാണ് കാന്തങ്ങൾ നിർമ്മിക്കാറ്. മറ്റു പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. സമേരിയം, കൊബാൾട്ട്, ഫറൈറ്റ് റബ്ബർ, നിയോഡൈമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ തരം കാന്തങ്ങൾ നിലവിലുണ്ട്. ഈ നിയോഡൈമിയം മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മാഗ്നറ്റിക് ഫീൽഡാണ് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള മാഗ്നറ്റിക് പവർ ആണ് അതിനുള്ളത്. അപ്പോൾ ഇവയിൽ നിയോഡൈമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ളവയാണ്. ഓക്കെ. ഇനി മണ്ണിലും ഈ കാന്തിക വസ്തുക്കൾ ഉണ്ടോ എന്ന് നമുക്കൊരു കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം ചെയ്ത് നോക്കാം. ഒരു പഴയ മ്യൂസിക് സിസ്റ്റത്തിന്റെ ലൗഡ് സ്പീക്കറിൽ നിന്ന് ഒരു കാന്തം സംഘടിപ്പിക്കുക. പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന കടയിൽ നിന്ന് പഴയ സ്പീക്കർ ലഭ്യമാകും. കാന്തം കട്ടിയുള്ള ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഒരു കയറിൽ കെട്ടി മണ്ണിലൂടെ കുറച്ചു സമയം വലിച്ചുകൊണ്ട് നടന്ന ശേഷം പരിശോധിക്കുക. കാന്തത്താൽ ആകർഷിക്കപ്പെട്ട് പേപ്പറിൽ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഇരുമ്പിന്റെ അംശം, നമ്മുടെ മണ്ണിലെ ഇരുമ്പ് ഒരുപാടുണ്ട്. അപ്പൊ ഈ ഇരുമ്പ് നമുക്ക് ഈ മാഗ്നറ്റില് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പലതരം കാന്തങ്ങളുണ്ട് കേട്ടോ. കാന്തങ്ങൾക്കെല്ലാം ഒരേ ആകൃതിയാണോ? അല്ല. അപ്പോൾ പലതരം കാന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ലാടകാന്തം കേട്ടോ, നമ്മുടെ കുതിരലാടം പോലെ, ഹോഴ്സ് ഷൂ പോലെ ഷേപ്പിലുള്ളത്, വളഞ്ഞിരിക്കുന്ന യു ഷേപ്പിൽ. പിന്നെ എന്താണ് ബാർ കാന്തം, അത് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു ബാർ കാന്തത്തിനെ കുറിച്ച്. പിന്നെ സിലിണ്ട്രിക്കൽ കാന്തം, പിന്നെ കാന്ത സൂചി, നമ്മുടെ കോമ്പസിലൊക്കെ ഇരിക്കുന്ന ടൈപ്പ് മാഗ്നറ്റ് കാന്ത സൂചി. പിന്നെ ഓവൽ കാന്തം, യു കാന്തം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഡിസ്ക് കാന്തം, റിങ് കാന്തം. അപ്പൊ ആകൃതിക്ക് അനുസരിച്ചാണോ ഇവയ്ക്ക് പേരുകൾ നൽകിയിരിക്കുന്നത്? ആണല്ലേ. ആകൃതിക്ക് അനുസരിച്ചാണ് ഇവിടെ പേര് നൽകിയിരിക്കുന്നത്. ഇനി ഈ കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. ഈ ധ്രുവങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ അതിനും ഒരു പരീക്ഷണം തന്നെ തന്നിരിക്കുകയാണ്. ബാർ കാന്തത്തിന്റെ മധ്യഭാഗത്ത് ഒരു നൂല് കെട്ടി ചിത്രത്തിൽ കാണുന്ന പോലെ സ്വതന്ത്രമായി തൂക്കി നിർത്തുകയാണ്. ഒരു സ്റ്റാൻഡില് ഒരു നൂലില് കെട്ടിയിട്ട് ഈ ബാർ കാന്തം തൂക്കി നിർത്തുവാണ്. കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണോ അതോ തെക്ക് വടക്ക് ഭാഗത്തേക്കാണോ ഈ കാന്തം ഇങ്ങനെ നീങ്ങി നിൽക്കുന്നത്? അപ്പോ കാന്തത്തിന്റെ ദിശ മാറ്റി വീണ്ടും പരിശോധിക്കാൻ പറഞ്ഞേക്കുവാണ്. നേരത്തെ നിന്നിരുന്ന അതേ ദിശയിലേക്ക് വരുന്നുണ്ടോ? അപ്പൊ കാന്തത്തിന്റെ നോർത്ത് ഭാഗം എപ്പോഴും അല്ലേ നോർത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മൾ വടക്ക് നോക്കി യന്ത്രത്തിലൊക്കെ ഈ പ്രിൻസിപ്പിളാ ചെയ്തേക്കുന്നത് അല്ലേ. വടക്കിലോട്ട് തന്നെ കാണിക്കും അതിന്റെ നോർത്ത് പോള്. അപ്പോൾ കാന്തിക ധ്രുവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ഉത്തര ധ്രുവം അല്ലെങ്കിൽ നോർത്ത് പോൾ എന്നും, ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം എന്നും പറയുന്നു, സൗത്ത് പോൾ എന്നും പറയുന്നു. അവയെ നോർത്ത്, സൗത്ത് എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ബാർ കാന്തത്തിൽ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട്. സാധാരണയായി ഒരു വെള്ള സ്പോട്ടാണ് ഉത്തര ധ്രുവത്തിൽ അടയാളമായി കൊടുക്കുന്നത്. സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കാന്തത്തിന്റെ ഈ പ്രത്യേകത ഉപയോഗിച്ചാണ് ദിക്കുകൾ കണ്ടെത്താൻ നമ്മൾ കോമ്പസിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ബാർ കാന്തം പൊട്ടിപ്പോയെന്ന് വെച്ചോ, പൊട്ടിപ്പോയാൽ എന്ത് സംഭവിക്കും? ഒരു കാന്തം മുറിഞ്ഞ് 2 കഷ്ണങ്ങളായാൽ 2 കഷ്ണങ്ങളും ഓരോ ചെറു കാന്തങ്ങളായി തീരുന്നു. അപ്പോൾ ഒരിക്കലും ആ പൊട്ടിയ ഭാഗം വെച്ച് നമുക്ക് അടുപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല പിന്നെ. അപ്പോൾ വടക്ക് നോക്കി യന്ത്രം നമുക്ക് നിർമ്മിക്കാനും എങ്ങനെയാണെന്ന് നോക്കാം.
പണ്ട് കടലിലൂടെയും മരുഭൂമിയിലൂടെയും യാത്ര ചെയ്തിരുന്നവർ ദിക്കറിയാൻ പല മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. ധ്രുവനക്ഷത്രത്തെയും സിറിയസൻ പിന്നെ മറ്റു ചില നക്ഷത്ര സമൂഹത്തെയും അവർ ഇതിനെ പ്രയോജനപ്പെടുത്തിയിരുന്നു. കാന്തത്തിന്റെ സവിശേഷത തിരിച്ചറിഞ്ഞതോടുകൂടി ദിക്കറിയാനുള്ള മാർഗം വളരെ എളുപ്പമായി. കാന്തത്തിന്റെ ഏത് സ്വഭാവമാണ് ഇവർ പ്രയോജനപ്പെടുത്തിയത്? കാന്തം എപ്പോഴും നോർത്ത് ദിശയിലോട്ട്, അല്ലേ, അതായത് തെക്ക് വടക്ക് ദിശയിൽ ചൂണ്ടി നിൽക്കും. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഈ കോമ്പസ് പ്രവർത്തിക്കുന്നത്. കാന്തം ഉപയോഗിച്ച് ദിക്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കിയന്ത്രം. ഒരു വടക്ക് നോക്കിയന്ത്രം സയൻസ് ലാബിൽ നിന്ന് സംഘടിപ്പിക്കുക. അതുപയോഗിച്ച് ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിക്കിലാണ് എന്ന് കണ്ടെത്തുക. അപ്പോൾ അതൊരു ആക്ടിവിറ്റി ഇങ്ങനെ തന്നിരിക്കുകയാണ്. പിന്നെ എന്താണ്, നമുക്ക് വേണമെങ്കിൽ കാന്തം വീട്ടിൽ തന്നെ അല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ്? ഒരു സൂചിയിൽ നൂല് കോർത്തെടുക്കുക. നൂലിൽ പിടിച്ച് സൂചിയുടെ ഒരഗ്രത്തിൽ നിന്ന് മറ്റേ അഗ്രത്തിലേക്ക് കാന്തം ഉപയോഗിച്ച് ക്രമമായി ഏകദേശം 50 പ്രാവശ്യം ഒരേ ദിശയിൽ മാത്രം ഉരസുക. സൂചി സൗകര്യപ്രദമായി പിടിക്കുന്നതിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ് നൂല് കോർക്കുന്നത്. ഒരു ചെറിയ കോർക്കെടുക്കുക. നൂൽ നീക്കിയ ശേഷം ചിത്രത്തിൽ കാണുന്ന പോലെ സൂചി കോർക്കിലേക്ക് തുളച്ചു വെക്കുക. കോർക്ക് തന്നെ വേണമെന്നില്ല, വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന എന്തായാലും മതി, പ്ലാസ്റ്റിക്കിന്റെ അടപ്പോ എന്തായാലും മതി. സൂചി കോർക്കിന്റെ പുറത്ത് ഒട്ടിച്ചു വെച്ചാലും മതി. ഈ സജ്ജീകരണം ഒരു പാത്രത്തിലെ ജലത്തിൽ വെച്ച് നോക്കുക. കോർക്കിലെ സൂചിയുടെ ദിശ നിരീക്ഷിക്കുക. ഏത് ദിശയിലാണ് ഈ സൂചി അപ്പോൾ നിൽക്കുന്നത്? കോർക്കിന്റെ ദിശ മാറ്റി നോക്കൂ. സൂചി പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ സൂചി നമ്മൾ ഈ പതുക്കെ ഈ മാഗ്നറ്റും കൊണ്ട് റബ്ബ് ചെയ്ത് ഇതും ഒരു മാഗ്നറ്റ് ആയിട്ട് മാറിയേക്കുവാണ്. ഈ സൂചിയും ഒരു മാഗ്നറ്റ് ആയിട്ട് മാറിയേക്കുവാണ്. അപ്പൊ ഈ സൂചി തെക്ക് വടക്ക് ദിശയിൽ തന്നെ നമ്മളെ ദിശകൾ കാണിക്കും. ഓക്കെ. അപ്പോൾ തെക്ക് വടക്ക് ദിശ സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് കാന്തത്തിന്റെ ദിശാ സ്വഭാവം, അല്ലേ? അപ്പൊ ഒരു കാന്തം എടുത്ത് സ്വതന്ത്രമായി തൂക്കിയിടുക. ഈ കാന്തത്തിന് താഴെ മറ്റൊരു ബാർ കാന്തം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുക. തൂക്കിയിട്ട കാന്തം ഇപ്പോൾ ഏത് ദിശയിലാണ് നിൽക്കുന്നത്? തൂക്കിയിട്ട കാന്തത്തിന്റെ ദിശ മാറ്റി നോക്കൂ. വീണ്ടും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. താഴെ വെച്ച കാന്തം മാറ്റി നോക്കുക. തൂക്കിയിട്ട കാന്തത്തിന്റെ ദിശയിൽ വരുന്ന മാറ്റം എന്ത്? അപ്പോ നാം കാണാത്ത ഒരു കാന്തശക്തിയാണ് തൂക്കിയിട്ട കാന്തത്തെ തെക്ക് വടക്ക് ദിശയിലാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? താഴെ ഇതിന്റെ ഓപ്പോസിറ്റ് പോള് വരുന്ന രീതിക്ക് മറ്റൊരു കാന്തം വെച്ച് കഴിഞ്ഞാൽ ഇത് തെക്ക് വടക്ക് ദിശയിലോട്ട് നീങ്ങത്തില്ല. കാരണം താഴെ വെച്ചിരിക്കുന്ന കാന്തം ഇതിനെ അട്രാക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക, അല്ലെ, ആകർഷിച്ചുകൊണ്ടിരിക്കുക. ആയതുകൊണ്ടാണ് അത് തെക്ക് വടക്ക് ദിശ കാണിക്കാത്തത്. പക്ഷെ ആ കാന്തം നമ്മൾ മാറ്റി കഴിയുമ്പോൾ തെക്ക് വടക്ക് ദിശയിലോട്ട് പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായി വേറെ ഏതോ ഒരു ശക്തി നമ്മുടെ ഈ കെട്ടിയിട്ട കാന്തത്തിനെ തെക്ക് വടക്ക് ദിശയിലോട്ട് മാറ്റി നിർത്തുന്നുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ കാരണം? നമ്മുടെ ഭൂമി, അല്ലെ? ഭൂമിക്ക് ഒരു കാന്തിക മണ്ഡലമുണ്ട്, ഭൂകാന്തം. ഭൂമി തന്നെ ഒരു കാന്തമാണ്. ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഭൂകാന്ത ധ്രുവങ്ങൾ തെക്കുവടക്ക് ദിശയിലാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്കുവടക്ക് ദിശയിൽ തന്നെ നിൽക്കുന്നത്. ഓക്കെ. അപ്പോ കാന്തങ്ങൾ അടുക്കുമ്പോൾ ഒരു കാന്തത്തെ മറ്റൊരു കാന്തം ആകർഷിക്കുമോ? ധ്രുവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള 2 ബാർ കാന്തങ്ങൾ എടുക്കുക. ഒരു കാന്തം മേശപ്പുറത്ത് വയ്ക്കുക. മറ്റേ കാന്തത്തിന്റെ ഒരു ധ്രുവം മേശപ്പുറത്തുള്ള കാന്തത്തിന്റെ പല ഭാഗങ്ങളിലായി വെച്ച് നോക്കുക. എവിടെയെല്ലാമാണ് ആകർഷണം ഉള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും കാന്തങ്ങളുടെ അട്രാക്ഷൻ നടക്കുന്നത്? എപ്പോഴും ഓപ്പോസിറ്റ് പോളുകളാണ് അട്രാക്ട് ചെയ്യുന്നത്, അല്ലേ? ഓപ്പോസിറ്റ് പോളുകളെ അട്രാക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും മാത്രമേ അട്രാക്ട് ചെയ്യത്തുള്ളൂ. ഒരേ ധ്രുവങ്ങളാണ് നോക്കുന്നതെങ്കിലോ, നോർത്തും അല്ലെങ്കിൽ സൗത്തും ആണ് ചേർത്ത് വയ്ക്കുന്നതെങ്കിലോ അത് വികർഷിക്കുന്നു, റിപ്പൽ ചെയ്യും, അല്ലേ? വിപരീത ധ്രുവങ്ങളാണെങ്കിൽ മാത്രമേ ആകർഷിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ സൗത്തും ഒക്കെ വികർഷിച്ചു പോകും, നോർത്തും ഒക്കെ വികർഷിച്ചു പോകും. സൗത്തും നോർത്തും സൗത്തും ഈ കാണിച്ചിരിക്കുന്നത് മാത്രമേ ആകർഷിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ആകർഷണവും വികർഷണവും, അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ, വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും
വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയുന്നു. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് കാന്തത്തിന്റെ പൊതു സ്വഭാവങ്ങൾ ഏതൊക്കെ എന്നാണ്. അപ്പോ ഏതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ കാന്തത്തിന്റെ പൊതു സ്വഭാവങ്ങൾ? കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നല്ലേ. ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. വടക്കേ ധ്രുവവും തെക്കേ ധ്രുവവും അല്ലേ, നോർത്ത് പോളും സൗത്ത് പോളും. സമാന ധ്രുവങ്ങൾ വികർഷിക്കുകയും വിപരീത ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്. ഓക്കെ, അപ്പോൾ കാന്തത്തിന്റെ ചരിത്രം നമുക്കൊന്ന് നോക്കാം. ഏകദേശം 2500 വർഷം മുന്നേ ഗ്രീസിൽ മഗ്നീഷ്യ എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. മാഗ്നസ് എന്ന പേരുള്ള ഒരു ആട്ടിടയൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അഗ്രങ്ങളിൽ ഇരുമ്പ് ചുറ്റിയ തന്റെ വടി ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു. വിശ്രമം കഴിഞ്ഞ് പാറപ്പുറത്ത് നിന്നും തന്റെ വടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആട്ടിടയൻ ഒരു അനുഭവം ഉണ്ടായി. ഇത് കേട്ടറിഞ്ഞ് ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ അവിടേക്ക് ഓടിയെത്തി. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള ചിത്രീകരണം നമുക്ക് തന്നിരിക്കുകയാണ്. ഓ, ഇതെന്താണ്? എന്റെ ഇരുമ്പ് ചുറ്റിയ വടി പാറപ്പുറത്ത് ഉറച്ചുപോയി, ഇടയൻ പറയുകയാണ്. ഇരുമ്പാണികൾ തറച്ച ബൂട്ടും പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇടയബാലന് അത്ഭുതമായി. അപ്പോൾ ഈ ഒരു കാര്യം അദ്ദേഹം ഗ്രാമവാസികളോട് പോയി പറഞ്ഞപ്പോൾ ഗ്രാമവാസികളെല്ലാം അത് കാണാൻ വന്നു കേട്ടോ. അപ്പൊ അന്നത്തെ ആൾക്കാർ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് തീർച്ചയായും ഒരു മാന്ത്രികപ്പാറ തന്നെ. ഇല്ല, ഇതിന് മറ്റെന്തോ കാരണമുണ്ട്, എന്തോ അദൃശ്യ കരങ്ങളുടെ ശക്തി. അപ്പോൾ ഈ സംഭവത്തെ കാന്തത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുക. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് നമുക്കറിയാം അല്ലേ. കാന്തിക മണ്ഡലമാണ്, കാന്തശക്തിയാണ്. അപ്പൊ ആ പാറയില് പ്രകൃതിയാല് ഉണ്ടാവുന്ന കാന്തിക സ്വഭാവം കാണിക്കുന്ന വസ്തുക്കൾ ഉള്ളതുകൊണ്ടാണ് അല്ലെ, ഇരുമ്പിനെ അട്രാക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത്തരം പാറകൾ ഇടയന്റെ കമ്പനിയെ മാത്രമല്ല എല്ലാ കാന്തിക വസ്തുക്കളെ ആകർഷിക്കും. അപ്പോൾ ആട്ടിടയന്റെ പേരിനെ അനുസ്മരിച്ച് ഇത്തരം പാറകളെ മാഗ്നൈറ്റ് എന്ന് വിളിച്ചു കേട്ടോ. ഇത്തരത്തിൽ കാന്തശക്തിയുള്ള പാറകൾ ഉൾക്കൊള്ളുന്ന മലകൾ ഭൂമിയിൽ പല സ്ഥലത്തുമുണ്ട്. ലോഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഇവ പ്രകൃതിദത്ത കാന്തങ്ങളാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ഥിരകാന്തവും താൽക്കാലിക കാന്തങ്ങളും ഉണ്ട്. ജം ക്ലിപ്പ് ഉപയോഗിച്ച് നാം മാലയുണ്ടാക്കി അല്ലെ. ആ പരീക്ഷണം ഒന്നുകൂടി ചെയ്തു നോക്കൂ. കാന്തത്തിൽ പറ്റിപ്പിടിച്ച ജമ്പ് ക്ലിപ്പിന്റെ അഗ്രത്ത് മറ്റൊരു ജം ക്ലിപ്പ് പറ്റിപ്പിടിക്കാൻ കാരണമെന്ത്? അതിന് കാന്തിക സ്വഭാവം ലഭിച്ചതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? ബാർകാന്തം മാറ്റുമ്പോൾ ജം ക്ലിപ്പിന്റെ കാന്തിക സ്വഭാവം നിലനിൽക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ബാർകാന്തത്തിന്റെ കാന്തിക ശക്തി സ്ഥിരമായി നിലനിൽക്കുന്നില്ലേ? അപ്പോൾ ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ കാന്തിക വസ്തുക്കൾക്ക് കാന്തിക സ്വഭാവം ഉണ്ടാകുന്നു. കാന്തിക മണ്ഡലം നീക്കം ചെയ്യുമ്പോൾ ഇവയുടെ കാന്തിക ശക്തി നഷ്ടപ്പെടും. ജമ്പ് ക്ലിപ്പ്, ആണി, മുട്ടുസൂച ഇവ താൽക്കാലിക കാന്തങ്ങളാണ്. പ്രകൃതിദത്ത കാന്തമായ ലോഡ് സ്റ്റോണും നമ്മൾ നേരത്തെ പരിചയപ്പെട്ട വിവിധ കാന്തങ്ങളും സ്ഥിരകാന്തങ്ങളാണ്. ഏത്? നിയോഡൈമിയോ ഒക്കെ. സ്ഥിരകാന്തങ്ങളുടെ കാന്തിക സ്വഭാവം ദീർഘകാലം നിലനിൽക്കും. അപ്പോൾ കാന്തിക ശക്തി പരിശോധിക്കാൻ നമുക്കിവിടെ ഒരു പരീക്ഷണം തന്നിരിക്കുകയാണ്. ആവശ്യമായ സാമഗ്രികൾ കുപ്പി, മണല്, PVC പൈപ്പ്, പിന്നെ എന്താണ് 1/2 ഇഞ്ച് എൽബോ പൈപ്പ്, നൂല്, ബ്ലേഡ്, സ്കെയിൽ, ഇതൊക്കെയാണ്. അപ്പൊ എങ്ങനെയാണ്? കുപ്പിയിൽ മണൽ എടുത്ത ശേഷം ഒരു വലിയ PVC പൈപ്പ് കുപ്പിയിലെ മണലിൽ ഇറക്കി ഉറപ്പിച്ചു വയ്ക്കുക. എൽബോ ഉപയോഗിച്ച് ചെറിയ PVC പൈപ്പ് വലിയ പൈപ്പിന്റെ മുകൾ ഭാഗത്ത് ഉറപ്പിക്കുക. കുപ്പി മേശപ്പുറത്ത് വയ്ക്കുക. കുപ്പിയുടെ താഴെ ഭാഗത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ കുപ്പിയോട് ചേർന്ന് സ്കെയിൽ നീളത്തിൽ വയ്ക്കുക. സ്കെയിൽ നീങ്ങാതിരിക്കാൻ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുക. സ്കെയിലിനോട് അടുത്ത് നിൽക്കുന്ന വിധം ചെറിയ PVC പൈപ്പിൽ ഒരു ബ്ലേഡ് കെട്ടി തൂക്കിയിടുക. ഒരു കാന്തം സ്കെയിലിന്റെ മറ്റേ അറ്റത്ത് നിന്ന് ബ്ലേഡിന്റെ അടുത്തേക്ക് സാവധാനം നീക്കിക്കൊണ്ടുവരിക. ബ്ലേഡിൽ ആകർഷണം അനുഭവപ്പെടുമ്പോൾ കാന്തം നിൽക്കുന്ന സ്ഥാനം സ്കെയിലിൽ നോക്കി രേഖപ്പെടുത്തുക. വ്യത്യസ്ത കാന്തങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കുക. അങ്ങനെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താണ്, നമുക്ക് കാന്തം അല്ലെ, കാന്തങ്ങൾ വെക്കുന്ന അനുസരിച്ച് ഈ ബ്ലേഡ് ഇങ്ങനെ നീങ്ങും. അപ്പൊ നമുക്ക് എത്ര നീളത്തിന് ഇത് പോയെന്ന് ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. പല കാന്തങ്ങൾക്കും പല കാന്തിക ശക്തി ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ബ്ലേഡ് അതിന്റെ എത്ര അടുത്തോട്ട് പോകുന്നോ അത്രയും നീളം നമുക്ക് സ്കെയിലിൽ രേഖപ്പെടുത്തി എടുക്കാൻ പറ്റും. അപ്പൊ അതാണ്. അപ്പൊ ശക്തമായ കാന്തം വെക്കുമ്പോൾ കൂടുതൽ
എന്താണ് ദൂരം അത് ട്രാവൽ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. കാലപ്പഴക്കം അനുസരിച്ച് കാന്തത്തിന്റെ ശക്തി കുറയുമോ? കുറയും അല്ലേ? അപ്പോൾ മറ്റ് രീതികൾ എങ്ങനെയൊക്കെയാണ്? എടുത്തെറിയുമ്പോൾ, ചുറ്റിക കൊണ്ട് ശക്തിയായി അടിക്കുമ്പോൾ, ചൂടാക്കുമ്പോഴൊക്കെ ഇതിന്റെ പവർ കുറയും. അപ്പോൾ ഈ കാന്തിക ശക്തി നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണം? കാന്തങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ട് സൂക്ഷിച്ചാൽ അതിന്റെ കാന്തിക ശക്തി പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബാർകാന്തം ജോഡികളായാണോ സൂക്ഷിച്ചിട്ടുള്ളത്? വിജാതീയ ധ്രുവങ്ങൾ ഒരേ വശത്താണോ വരേണ്ടത്? രണ്ട് ബാർകാന്തങ്ങൾക്കിടയിൽ എന്താണ് വയ്ക്കേണ്ടത്? ഉണ്ടോ? ഇവിടെ ഒരു സ്റ്റോപ്പർ കാണിച്ചേക്കുവാണ്. അകാന്തിക വസ്തു കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റോപ്പറാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് യു കാന്തത്തെ എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, മറ്റ് കാന്തങ്ങൾ സൂക്ഷിക്കുന്ന രീതികളെ കുറിച്ചും നോക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. കാന്തങ്ങളുടെ സംരക്ഷണത്തില് ബാർകാന്തങ്ങള് ജോഡികളായി സൂക്ഷിക്കണം. വിജാതീയ ധ്രുവങ്ങൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പോൾസ് ഒരേ വശത്തായി വരത്തക്ക രീതിയിൽ വെക്കണം. രണ്ട് ബാർകാന്തങ്ങൾക്കിടയിൽ മരം പോലെയുള്ള കാന്തികമല്ലാത്ത വസ്തുക്കൾ വെക്കണം. അതാ ഇവിടെ കൊടുത്തേക്കുന്നത്, സ്റ്റോപ്പർ എന്നും പറഞ്ഞു കൊടുത്തേക്കുന്നത്. കാന്തത്തിന്റെ അഗ്രങ്ങളിലോ അല്ലാതെയോ ഇത് വെക്കാം. യു കാന്തങ്ങൾ സൂക്ഷിക്കുമ്പോൾ അതിന്റെ അഗ്രങ്ങൾക്കിടയിൽ ഒരു ഇരുമ്പ് കഷ്ണം വെച്ച് സംരക്ഷിക്കണം. അപ്പോ അടുത്തതായി നമ്മൾ പറയുന്നത് എന്താണ്? വൈദ്യുതകാന്തമാണ് കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റ്സ് ആണ്. വൈദ്യുതി ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ കഴിയുമോ? അപ്പൊ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം? അവിടെയും ഒരു പരീക്ഷണം നിന്നിരിക്കുകയാണ്. 9 വോൾട്ട് ബാറ്ററി, കണക്ടർ, കവചിത ചെമ്പ് കമ്പി, പച്ചിരുമ്പാണി, മുട്ടുസൂചി. അപ്പോ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കവചിത ചെമ്പ് കമ്പി ഒരു പച്ചിരുമ്പാണിയിൽ ചുറ്റുക. കമ്പിച്ചുരുളിന്റെ എണ്ണം കൂടുതൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുമല്ലോ. ചെമ്പ് കമ്പിയുടെ രണ്ട് അഗ്രഭാഗത്തെയും ഇൻസുലേഷൻ കളയണം. ഈ അഗ്രങ്ങൾ കണക്ടർ ഉപയോഗിച്ച് ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക. ആണിയുടെ അഗ്രഭാഗം ഏതാനും മുട്ടുസൂചികളുടെ അടുത്തേക്ക് കൊണ്ടുവരും. നിരീക്ഷണ ഫലം എന്താണ്? ഒരു കാന്തമെന്ന പോലെ തന്നെ ആ മുട്ടുസൂചികളെ ഈ ആണി അട്രാക്ട് ചെയ്തെടുക്കും, ആകർഷിച്ചെടുക്കും. അപ്പോൾ ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് വൈദ്യുത കാന്തം അഥവാ ഇലക്ട്രോമാഗ്നറ്റ്. ഇതിന്റെ കാന്തിക ശക്തി താൽക്കാലികമാണ്. വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ വൈദ്യുത കാന്തത്തിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടും. ഈ കാന്തം നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് അല്ലെ? എവിടൊക്കെ വരും? മാഗ്നറ്റിക് സ്ക്രൂ ഡ്രൈവർ അല്ലെ, പിന്നെ നമ്മുടെ ഈ മുട്ടുസൂചിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങള്, പിന്നെ ഈ സ്ക്രാപ്പ് ഒക്കെ എടുക്കുന്ന വലിയ സ്ഥലങ്ങളിൽ, സ്ക്രാപ്പ് പൊളിക്കുന്നിടങ്ങളിലൊക്കെ ഈ മെറ്റൽ സാധനങ്ങൾ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കും, ക്രെയിനിൽ അറ്റാച്ച് ചെയ്തിട്ട്. പിന്നെ മോട്ടർ അല്ലെ, നമ്മുടെ സ്പീക്കറുകള്, പിന്നെ സെൻസറുകൾ, ഇതിലൊക്കെ കാന്തങ്ങൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുണ്ട് അല്ലെ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, അവിടെ ഇത് ഈ കാന്തത്തിന്റെ ഉപയോഗം വരുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലെ മാഗ്നറ്റിക് സ്ട്രിപ്പ്, പിന്നെ നമ്മുടെ ട്രെയിൻ അല്ലെ, മാഗ്നറ്റിക് ട്രെയിൻ ഉയർന്നു നിന്ന് പോവും അല്ലെ പാളത്തിൽ കൂടെ, മാഗ്ലെവ് ട്രെയിൻ. അപ്പോൾ ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ നമ്മൾ കാന്തശക്തി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു ഇത്, നമ്മുടെ കാന്തങ്ങളെ കുറിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കുക ഇനി. താങ്ക് യു.